ബോംബെയിലെത്തിയ ആ 16-കാരന് ഒരു ഡയമണ്ട് ഷോപ്പിൽ വൈരക്കല്ല് തരംതിരിക്കുന്ന പണി കിട്ടി. കണ്ണിൽ വെച്ച ഭൂതക്കണ്ണാടിയിലൂടെ വജ്രത്തിന്റെ സൈസും ഷേപ്പും കളറും ക്ലാരിറ്റിയും നോക്കിത്തിരിക്കുന്ന ജോലി. അസാധാരണമായ ക്ഷമയും സൂക്ഷ്മതയും സ്ഥിരോത്സാഹവും പ്രയത്നവും വേണ്ട ജോലിയാണ്. ആ പണി 3 പ്രധാന കാര്യങ്ങൾ ഗൗതമിനെ പഠിപ്പിച്ചു. കൃത്യത, പിഴവുകൾ നേരത്തെ കണ്ട് വിലയിരുത്താനുള്ള കഴിവ്, വേഗതയുടെ വില. മഹേന്ദ്ര സഹോദരന്മാരുടെ വജ്രക്കടയിൽ നിന്നിറങ്ങുമ്പോൾ ഗൗതമിന് വയസ്സ് 18. പിന്നെ ഒരു 8 വർഷം ചെറിയ തോതിൽ വജ്രവ്യാപാരവും പ്ലാസ്റ്റിക്, പോളിവിനൈൽ ക്ലോറൈഡ് ഇറക്കുമതിയും ഒക്കെയായി തൻ്റെ വഴിയുടെ ക്ലാരിറ്റി കടഞ്ഞെടുക്കുകയായിരുന്നു ഗൗതം. 1988 തൻ്റെ 26-ാമത്തെ വയസ്സിൽ ഗൗതം അദാനി എൻ്റർപ്രൈസ് തുടങ്ങി. അഗ്രികൾച്ചറും പോളിമർ പ്രൊഡക്റ്റുകളുമായിരുന്നു അദാനി എൻ്റർപ്രൈസ് ആദ്യം ഇറക്കുമതി ചെയ്തത്. അന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സർക്കാർ നിയന്ത്രണങ്ങൾ അത്ര കടുപ്പവും ബിസിനസ് ചെയ്യുക എന്നത് വെല്ലുവിളിയുമായിരുന്നു. സംരംഭം തുടങ്ങാനായി മൂലധനം മുടക്കാൻ ആരും മടിക്കുന്ന സമയം. ബാങ്ക് ലോണും നിക്ഷേപകരുമെല്ലാം ഇന്ത്യയിലെ സംരംഭകന് കിട്ടാക്കനി. ആ സമയം ഗൗതം അദാനിയിലെ സംരംഭകൻ സ്വയം നിർവചിക്കുകയായിരുന്നു. തൻ്റെ വഴി ഡിസൈൻ ചെയ്യുകയായിരുന്നു. അത് എന്താണെന്നോ? പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയല്ല, പകരം പ്രൊഡക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്ന സപ്ലൈ ചെയിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന്. അങ്ങനെ 1995 ഗുജറാത്ത് സർക്കാർ സംസ്ഥാനത്തെ തുറമുഖ വികസനത്തിന് സ്വകാര്യ പങ്കാളികളെ ക്ഷണിച്ചപ്പോൾ അദാനിക്ക് അതിൽ തൻ്റെ മുന്നോട്ടുള്ള വഴി കാണാനായി.